വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. ഞാൻ മായ. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 10 വയസ്സുകാരന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ ഉറപ്പ്. നിർത്താതെയുള്ള ഛർദിയെ തുടർന്നാണ് 20-ന് കാലത്ത് അനങ്ങനടി സ്വദേശി സലീനയുടെ മകൻ 10 വയസ്സുള്ള നിഷാമിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ഈ സമയം ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറോ നഴ്സുമാരോ രോഗിയെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. തുടർന്ന് ചികിത്സ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട സേവനവും ചികിത്സയും ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ ആശുപത്രി ജീവനക്കാർ തന്നെ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ രീതിയാണ്. ആശുപത്രി ജീവനക്കാരുടെ ഇത്തരം ചെയ്തികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ചികിത്സ ലഭിക്കാതിരുന്ന കുട്ടിയുടെ പിതാവ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിനകത്ത് ഛർദിച്ച അവശനായി ആ കൊച്ചിനെ കൊണ്ട് നേരെ കാഷ്വാലിറ്റിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് ഇന്ന് OP-യിലുള്ളത് പീഡിയാട്രീഷ്യനാണ്, നിങ്ങൾ അവർ അവിടെ പോയി കാണും എന്ന് പറഞ്ഞ് ആ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ ഡോക്ടർ 1 മണി വരെ ആ കുട്ടീനെ അവിടെ നിർത്തി 1 മണിക്ക് ആ കുട്ടീനെ മുൻപിൽ ഇരുത്തിയിട്ട് ആ ഡോക്ടർ പ്രിസ്ക്രിപ്ഷന് മുമ്പിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി ആ കുട്ടിയെ ചികിത്സിക്കാൻ നോക്കാൻ വേണ്ടി കൊടുന്ന് ഇരുത്തിയിട്ട് ഈ OP ടിക്കറ്റും നമ്പർ ഇട്ടിട്ട് ആ മരുന്ന് എഴുതാതെ അയാളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇറക്കി വിട്ടുള്ളൂ. എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ഹോസ്പിറ്റലിനകത്ത്? ഇത് വെറുതെ ആരോപണമല്ല, ഇതിനകത്ത് കൃത്യമായ തെളിവുകൾ കയ്യിലിരിക്കുന്നുണ്ട്. ഇതിനകത്ത് അവർ കൊടുത്ത പരാതി സ്വീകരിക്കാൻ ആ ഹോസ്പിറ്റൽ ആളുകൾ തയ്യാറായിട്ടില്ല. നമുക്ക് ഒരാളെ കുറ്റം നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അന്വേഷിച്ച് കുറ്റമുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമ്പോൾ സംശയപ്പെടാം. ഒരു രോഗിയെ പരിശോധിക്കാൻ എത്ര നേരമാണ്? ആയിരക്കണക്കിന് രോഗികൾ വരുന്നതാണ്. ഇവിടുത്തെ പരിശോധന നമുക്കറിയാം. പക്ഷേ ആരോഗ്യരംഗത്ത് നമ്മളെടുത്ത സമീപനം എന്താ? വല്ലാറമംഗലത്തും വീട്ടാമ്പാറയിലും മരോടും ശിശുവിഹാറും പാതിരിക്കോടും ആരോഗ്യ മേഖലയെ ഗ്രാമപ്രദേശത്ത് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നമ്മളെടുത്തല്ലേ? ആ തീരുമാനം നമ്മൾ നടപ്പാക്കിയില്ലേ? എന്താ ഡോക്ടർ വല്ലാറമംഗലത്തുള്ള ഡോക്ടറുടെ വല്ലാറമംഗലത്തെ കൗൺസിലർ ആ ഡോക്ടറെ സംബന്ധിച്ച് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അഭിപ്രായം ഉണ്ടോ? മികച്ച അഭിപ്രായം